മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നിഖിൽ. ഞാനൊരു കോമ്പോസിറ്റ് ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഇന്ന് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ കാണുന്ന ലോക്ക് ദ ക്ലോക്ക് ഫീച്ചർ എന്താണെന്ന് നോക്കാം. സാധാരണയായി ഇൻഷുറൻസ് പോളിസികളിൽ ഏജ് സ്ലാബ് മാറുന്നതിന് ആനുപാതികമായി പ്രീമിയം തുക കൂടുന്നതായി കാണാം. എങ്കിൽ ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിലും ഫാമിലി ഫ്ലോട്ടർ പോളിസി ആണെങ്കിലും ഏജ് സ്ലാബ് മാറുമ്പോഴും പ്രീമിയം കൂടുന്നില്ലെങ്കിലോ? ഏജ് സ്ലാബ് മാറുമ്പോഴും പ്രീമിയം കൂടാതെ നിലനിർത്തുന്ന ഈ ഒരു ഫീച്ചറിന്റെ പേരാണ് ലോക്ക് ദ ക്ലോക്ക്. ഈ ഫീച്ചർ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള 2 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് നിവാബൂപ്പ റീഅഷ്വർ 2.0, രണ്ടാമത്തേത് സൂപ്പർ സ്റ്റാർ പോളിസി. ഈ ഒരു ഫീച്ചർ ആദ്യമായി മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിവാബൂപ്പയാണ്. അവരുടെ റീഅഷ്വർ 2.0 എന്ന പ്ലാനിൽ ഒരു വ്യക്തി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിവിജ്വൽ പോളിസി ആയിക്കോട്ടെ ഫാമിലി ഫ്ലോട്ടർ പോളിസി ആയിക്കോട്ടെ ക്ലെയിം ഇല്ലാത്തിടത്തോളം കാലം ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കുന്നതല്ല. ഇതാണ് ലോക്ക് ദ ക്ലോക്ക് ഫീച്ചർ. ഇനി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സൂപ്പർ സ്റ്റാർ പോളിസിയിലാണെങ്കിൽ ഒരു വ്യക്തിക്ക് 55 വയസ്സാകുന്നതുവരെയോ അല്ലെങ്കിൽ ആദ്യത്തെ ഇൻഷുറൻസ് ക്ലെയിം എടുക്കുന്നതുവരെയോ പ്രീമിയം വർധനവ് ഉണ്ടാകുന്നതല്ല. ഈ ഒരു ഫീച്ചർ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ചെറുപ്പക്കാർക്കും നന്നായി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്കുമാണ്. ഇൻഷുറൻസ് സംബന്ധമായ മറ്റു വിവരങ്ങൾക്കും മികച്ച ഇൻഷുറൻസ് പ്ലാനുകളെ കുറിച്ച് അറിയുന്നതിനും വേണ്ടി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.